എക്സിറ്റ് പോൾ പ്രവചനം എപ്പോഴും ശരിയാകാറുണ്ടോ? പ്രത്യേകിച്ച് ബീഹാറിൻ്റെ വിഷയത്തിൽ. ബീഹാറിൽ JDUവും BJPയും നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനാണ് 6 പ്രധാന ഏജൻസികളും വിജയം പ്രവചിച്ചത്. അതും കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടിയുള്ള വിജയം തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജേർണോ മിറർ എന്ന വാർത്താ പോർട്ടൽ മാത്രമാണ് മഹാഗഡ്ബന്ധിന് വിജയം പ്രവചിച്ചത്. പ്രധാന ഏജൻസികളുടെ എല്ലാം അനുസരിച്ചാണെങ്കിൽ ഉറപ്പായും അവിടെ NDA ഭരണം തന്നെ വരണം. എക്സിറ്റ് പോളുകൾ അപ്പാടെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഒരേ ഫലപ്രവചനം നടത്തിയാൽ അത് എന്തായാലും ശരിയാവില്ലേ എന്ന ചോദ്യവും ന്യായമായിട്ടും ഉയരാം. പക്ഷേ പ്രവചനങ്ങളെല്ലാം അപ്പാടെ തെറ്റിയ ചരിത്രവും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് പറയാനുണ്ട്. എക്സിറ്റ് പോളുകളെ എത്രത്തോളം വിശ്വസിക്കാം? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റുന്ന പതിവുണ്ടോ? ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സമീപകാല എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ 8 തവണയാണ് കീഴ്മേൽ മറിഞ്ഞത്. അതിൽ ഹരിയാന മുതൽ ഡൽഹിയും ബീഹാറും വരെ ഉൾപ്പെടുന്നു. സാധാരണ നിലയിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റാനുള്ള സാധ്യത 18% ഇതുവരെയുള്ള ചരിത്രം നൽകുന്ന കണക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൂടുതലും തെറ്റിയിട്ടുള്ളത് എന്നതുകൂടി ഓർക്കണം. ഏറ്റവും അവസാനം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 മേൽ സീറ്റാണ് NDAക്ക് 12 എക്സിറ്റ് പോൾ ഏജൻസികൾ പ്രവചിച്ചിരുന്നത്. കുറഞ്ഞത് 380+ അടക്കം പറഞ്ഞവരുമൊക്കെയുണ്ട്. പക്ഷേ ഫലം വന്നപ്പോഴോ NDAയുടെ സീറ്റുകളുടെ എണ്ണം 293 മാത്രമായിരുന്നു എന്ന് ഓർക്കണം. അത്ര വലിയൊരു വിജയം പ്രവചിച്ചെടുത്തതെന്നാണ് 293 എന്ന എണ്ണത്തിലേക്ക് NDA കൂപ്പുകുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതായിരുന്നു. BJP നേതൃത്വം നൽകുന്ന NDA കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി വിജയിക്കും എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെയും. ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് NDA പ്രചണ്ഡ പ്രചാരണം നടത്തിയ തെരഞ്ഞെടുപ്പാണ് എന്നതുകൂടി ഓർക്കണം. അവിടെ ഉറപ്പായും ആ മുദ്രാവാക്യത്തിന് മുന്നിൽ NDA തന്നെ വിജയിക്കും, വാജ്പേയി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാവും എന്നാണ് പൊതുവെ കരുതി പോന്നിരുന്നത്. NDAക്ക് 240 മുതൽ 275 വരെയുള്ള സീറ്റുകളൊക്കെയാണ്, ചിലർ 300 മേൽ സീറ്റുകളുമൊക്കെ അന്ന് പ്രവചിച്ചിരുന്നു. എന്തായാലും എല്ലാവരും NDAയുടെ ഫലം തന്നെയാണ് പ്രവചിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ NDAയുടെ ആകെ സീറ്റെണ്ണം 187 ഒതുങ്ങി. അതേസമയം കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് 216 സീറ്റുകളും നേടി. പിന്നീട് ഈ UPA കോൺഗ്രസ് നേതൃത്വമുള്ള UPA ഇടതു പാർട്ടികളുടെ പിന്തുണയോടെ UPA ഇടതു സർക്കാർ രൂപീകരിക്കുകയും 5 വർഷം അത് തികച്ചു ഭരിക്കുകയും ഒക്കെ ചെയ്തു. അവിടെയും പൂർണ്ണമായും എക്സിറ്റ് പോളുകൾ തെറ്റുകയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പകുതി എക്സിറ്റ് പോളുകൾ ശരിയായെന്നും മറ്റു പകുതി എക്സിറ്റ് പോളുകൾ തെറ്റിയെന്നും പറയാം. 50-50 ചാൻസ് എക്സിറ്റ് പോളുകൾക്ക് അവിടെ നൽകാം. ചിലർ UPAയ്ക്കും മറ്റു ചിലർ NDAയ്ക്കുമാണ് വിജയം പ്രവചിച്ചത്. അപ്പോൾ തന്നെ NDAയ്ക്ക് വിജയം പ്രവചിക്കുമ്പോഴും ഈ തരത്തിലേക്കൊരു വൻ വിജയം ഒന്നും പ്രവചിച്ചിരുന്നില്ല എന്നതുകൂടി ആലോചിക്കണം ഭൂരിപക്ഷം പേരും. ഫലം വന്നപ്പോൾ 336 സീറ്റോടെ NDA മിന്നും ജയമാണ് നേടിയത്. മിക്ക എക്സിറ്റ് പോളുകളും NDAക്ക് 261-നും 289-നും ഇടയിൽ സീറ്റുകൾ നേടും എന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ NDA 336 സീറ്റുകൾ നേടി. BJP ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം കടന്നുവെന്നതും കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റെണ്ണത്തിലേക്ക് 44ലേക്ക് കൂപ്പുകുത്തി എന്നതും ഓർക്കണം. മറ്റൊന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പ്രവചനങ്ങളും ഏജൻസികളുടെ പ്രവചനങ്ങളും ശരിയായി എന്ന് തന്നെ പറയാം. NDAയുടെ വിജയം തന്നെയാണ് ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത്. അവിടെ എക്സിറ്റ് പോളുകളുടെ ഫലം തന്നെയായിരുന്നു എക്സാറ്റ് പോളിലും ഉണ്ടായത്. ഏറ്റവും അവസാനം നടന്ന ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കഥയെടുത്താൽ ഏറ്റവും അവസാനം നടന്ന ഹരിയാന നിയമസഭാ പ്രവചനത്തിലാണ് എക്സിറ്റ് പോളുകൾ പാടെ തകർന്ന് അടിഞ്ഞുപോയത്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ ശക്തമായ കോൺഗ്രസ് തരംഗമാണ് പ്രവചിച്ചിരുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് സുനാമി എന്നൊക്കെയാണ് ചിലർ ഇതിനെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് അങ്ങനെ ഒരു മിന്നും ജയം നേടും എന്നൊക്കെയായിരുന്നു പ്രവചനം. എന്നാൽ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ആ തരത്തിലായിരുന്നു ഫലപ്രവചനങ്ങൾ വന്നതുമൊക്കെ. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അന്തിമ ഫലം വന്നപ്പോൾ BJP സഖ്യമാണ് അവിടെ മികച്ച വിജയം നേടിയത്. മറ്റൊന്ന് 2023 ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളാണ്. ഛത്തീസ്ഗഡിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് കോൺഗ്രസ് വിജയം തന്നെയാണ്. പകുതിയിൽ അധികം ഏജൻസികളും മധ്യപ്രദേശിലും കോൺഗ്രസ് വിജയം പ്രവചിച്ചാണ്. ഛത്തീസ്ഗഡിൽ ഒരു കോൺഗ്രസ് വിജയം പ്രവചിക്കുമ്പോൾ അവിടെയും മധ്യപ്രദേശിലും അവിടെ BJPയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടൊരു കോൺഗ്രസ് ഭരണത്തിലേക്ക് വരും എന്നുള്ള ഒരു പ്രവചനമായിരുന്നു ഉണ്ടായത്. ഫലം വന്നപ്പോൾ രണ്ടിടത്തും BJP സർക്കാരുകളാണ് നിലവിൽ വന്നത്. മധ്യപ്രദേശിൽ BJP ജയം പ്രവചിച്ച ഏജൻസികളും ഉണ്ടായിരുന്നു എന്നതുകൂടി ഓർക്കണം. അവർ പകുതി ഏജൻസികളാണ് മറിച്ച് പ്രവചിച്ചത്. പക്ഷേ ഛത്തീസ്ഗഡിൽ ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത് കോൺഗ്രസിൻ്റെതായിരുന്നു. അവിടെയും പൂർണ്ണമായും തകർന്നു പോവുകയുണ്ടായത്.
മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നോട്ട് നിരോധനത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതുകൂടി ഓർക്കണം. മിക്ക ഏജൻസികളും അവിടെ ഒരു തൂക്ക് മന്ത്രിസഭയാണ് പ്രവചിച്ചത്. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊക്കെ തന്നെയാണ് ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത്. അതിൽ യാതൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയില്ല എന്നായിരുന്നു പൊതുവായിട്ടുള്ള ഒരു പ്രവചനമുണ്ടായത്. എന്നാൽ യഥാർത്ഥ ഫലം വന്നപ്പോൾ 403 സീറ്റുകളിൽ BJP 325 സീറ്റുകളും നേടിക്കൊണ്ട് 4-ൽ 3 സീറ്റുകൾ അധികം നേടിക്കൊണ്ടാണ് BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ അധികാരത്തിലേറിയത്. ഈ 325 പോയിട്ട് 100ൻ്റെ കണക്ക് പോലും ആരും പറഞ്ഞില്ല എന്നതുകൂടി ഓർക്കണം. അവിടെയും എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റിപ്പോവുകയായിരുന്നു. മറ്റൊന്ന് 2015 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കടത്തിവെട്ടിയ മറ്റൊന്നാണ് അവിടെ അന്തിമ ഫലത്തിലുണ്ടായത്. 2015 ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ വലിയ തരംഗമായൊക്കെ നിൽക്കുന്ന സമയമാണ്. ആം ആദ്മി പാർട്ടി തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് അവിടെ ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത്. പക്ഷേ 70-ൽ ഇവരൊക്കെ നൽകിയത് പരമാവധി ഒരു 35, 40, 45, 50 ഇങ്ങനെ ഒരു കണക്കിലായിരുന്നു. 50-ന് മേൽ എന്തായാലും BJP ഒരു 10-15 സീറ്റും കോൺഗ്രസ് ഒരു 10 വരെ സീറ്റുകളുമൊക്കെ എല്ലാവരും പ്രവചിച്ചതാണ്. പക്ഷേ ഫലം വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? 70-ൽ 67 സീറ്റ് നേടി ഈ ആപ്പിൻ്റെ ചൂൽ ഡൽഹിയിൽ നിന്നും കോൺഗ്രസിനെയും BJPയെയും തൂത്തെറിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അവിടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയുള്ളത് ബീഹാറിലെ ഫലത്തെക്കുറിച്ചാണല്ലോ. ബീഹാറിൽ എല്ലാവരും BJPയും JDUവും നേതൃത്വം നൽകുന്ന NDAയ്ക്കാണ് ഇപ്പോൾ പൂർണ്ണമായും വിജയം പ്രവചിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഏജൻസി മാത്രമാണ്, ജേർണോ മിറർ എന്ന് പറയുന്ന ഒരു ചെറിയ ഏജൻസി മാത്രം, ഒരു വാർത്താ പോർട്ടൽ ഏജൻസി മാത്രമാണ് മറിച്ച് എന്ന് പ്രവചിച്ചത്. എന്തായാലും പ്രധാന ഏജൻസികളെല്ലാം തന്നെ, ഇന്ത്യയിൽ സ്ഥിരമായി സർവേ നടത്തിയ ഏജൻസികളെല്ലാം തന്നെ കൃത്യമായും NDAയ്ക്ക് തന്നെയാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത്. അവിടെയും കൃത്യത കണക്ക് ഈ ബീഹാറിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനങ്ങളുടെ കൃത്യത കണക്ക് അത് ദയനീയമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഒക്കെ ഇവരുടെ പ്രവചനങ്ങൾ. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് ആലോചിക്കണം. അന്ന് RJD ബദ്ധവൈരികളായ ലാലുവും നിതീഷും ഒന്നിച്ചു മത്സരിക്കുന്നു. ഒപ്പം കോൺഗ്രസും മറ്റ് ചെറുകിട പാർട്ടികളും ഒക്കെയുണ്ട്. മറുഭാഗത്ത് BJPക്കൊപ്പം രാംവിലാസ് പാസ്വാൻ്റെ LJP മാത്രമാണ് ഉണ്ടായിരുന്നത്. 6 എക്സിറ്റ് പോളുകൾ ഇഞ്ചോടിഞ്ച് എന്നാണ് പറഞ്ഞത്. അത് രണ്ട് കൂട്ടർക്കും അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട്. രണ്ടുപേരുടെയും സാധ്യത ഏകദേശം ഏറെയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്ന തരത്തിലായിരുന്നു. 3 ഏജൻസികൾ മഹാഗഡ്ബന്ധന് വിജയം പ്രവചിച്ചു. പക്ഷേ ആരും മഹാഗഡ്ബന്ധന് ഒരു വലിയ മജോറിറ്റിയോടുകൂടിയുള്ള ഒരു വിജയം ഒരിക്കലും ആരും പ്രവചിച്ചില്ല. 243-ൽ 178 സീറ്റ് നേടിയാണ് അന്ന് ലാലുവും നിതീഷും കോൺഗ്രസും അടങ്ങുന്ന മഹാഗഡ്ബന്ധൻ വിജയിച്ചതെന്ന് ഓർക്കണം. NDA 58 സീറ്റിലേക്കാണ് കൂപ്പുകുത്തിയത്. NDAയ്ക്ക് എല്ലാ പ്രവചനങ്ങളും നൽകിയതിൽ നിന്ന് പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നതുകൂടി ആലോചിക്കണം. പിന്നീട് മഹാഗഡ്ബന്ധൻ വിട്ട് ഈ മഹാഗഡ്ബന്ധനൊക്കെ വിട്ട് നിതീഷ് NDAയ്ക്കൊപ്പം പോവുകയും വീണ്ടും മുഖ്യമന്ത്രിയായി എന്നതൊക്കെ മറ്റൊരു ചരിത്രം. ഇനി ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്, മിക്സ് എക്സിറ്റ് പോളുകളും RJD നയിക്കുന്ന മഹാഗഡ്ബന്ധൻ വിജയം പ്രവചിച്ചതാണ്. 11 സർവേകൾ മഹാഗഡ്ബന്ധന് 125-നു മേൽ സീറ്റാണ് പ്രവചിച്ചത്. പക്ഷേ ഒടുവിൽ ഫലം വന്നപ്പോൾ മഹാഗഡ്ബന്ധന് കിട്ടിയത് 110 സീറ്റുകളാണ്. 125 സീറ്റ് നേടി NDA ഭരണത്തിൽ എത്തുകയും ചെയ്തു. അത്തവണയും NDAയുമായി തെറ്റി നിതീഷ് കുമാർ പിന്നീട് മഹാഗഡ്ബന്ധനൊപ്പം ചേർന്ന് കുറച്ചു കാലം ഭരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും അദ്ദേഹം NDAയിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തു. അത് മറ്റൊരു രാഷ്ട്രീയ ചരിത്രം എന്തായിക്കോട്ടെ. പക്ഷേ ബീഹാറിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എക്സിറ്റ് പോളുകളിൽ മഹാഭൂരിപക്ഷവും അമ്പയെ തെറ്റിപ്പോയ അല്ലെങ്കിൽ അവരുടെ പ്രവചനങ്ങളെല്ലാം പാളിപ്പോയ ഒരു കഥയാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് എന്താവും എന്നത് ഇനി നമുക്ക് ഉടൻ തന്നെ അറിയാം. വോട്ടെണ്ണി കഴിഞ്ഞാൽ അറിയാം. തെറ്റാനും തെറ്റാതിരിക്കാനും എല്ലാമുള്ള സാധ്യതകളുണ്ട്. പക്ഷേ തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ 2-ലും ബീഹാറിൽ തെറ്റിയെന്നുള്ളതും ഡൽഹിയിലടക്കം ഛത്തീസ്ഗഡിലടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാലും 2019 മറ്റെല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ എക്സിറ്റ് പോളുകളും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വോട്ടുമായി കാര്യമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ ഒരു മൂടൊക്കെ കണ്ട് ആ മൂടിനനുസരിച്ച് അല്ലെങ്കിൽ ജയസാധ്യത ആർക്ക് എന്നൊക്കെ കണ്ട് ഒരു റിപ്പോർട്ട് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ശാസ്ത്രീയതയിലൊക്കെ ചിലരൊക്കെ ശാസ്ത്രീയമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിയൊക്കെ എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ അതിന് ആണ് നോക്കണം, പെണ്ണ് നോക്കണം, അവരുടെ പ്രായവ്യത്യാസങ്ങൾ നോക്കണം, അവരുടെ സാമ്പത്തിക അവസ്ഥ നോക്കണം, അവരുടെ സാമൂഹിക അവസ്ഥ നോക്കണം, അവരുടെ ജാതി നോക്കണം,
അവരുടെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ഇങ്ങനെ വിവിധ ഘടകങ്ങളടങ്ങിയ എല്ലാ സമൂഹത്തിൻ്റെ കൃത്യം പരിച്ഛേദമായ അല്ലെങ്കിൽ നിശ്ചിത എണ്ണം, അതൊക്കെ എണ്ണമൊക്കെ തീരെ കുറഞ്ഞാൽ അതും തെറ്റിപ്പോകാം. അങ്ങനെയൊക്കെ കൃത്യമായെങ്കിൽ മാത്രമേ അതിശാസ്ത്രീയമായ രീതിയിലേക്ക് ഇങ്ങനെ എക്സിറ്റ് പോളുകൾ പലപ്പോഴും നടത്താൻ കഴിയും. പക്ഷേ നമ്മുടെ എക്സിറ്റ് പോളുകൾ എപ്പോഴും തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും അത്രത്തോളം ശാസ്ത്രീയമായിട്ടാണോ നടക്കുന്നത്. പിന്നെ അത് സാമ്പിളുകളുടെ എണ്ണം 4-5 കോടി വോട്ടർമാരുള്ള ഒരു സ്ഥലത്ത് അതിൽ 2000, 3000, 4000 അല്ലെങ്കിൽ 10,000 ആളുകളെ എടുത്തുകൊണ്ട് മാത്രം ഇത് എടുക്കുക, ആ സാമ്പിൾ തന്നെ എടുക്കുന്നതിൽ എങ്ങനെയാണ്, അതിലൊരു ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയതയെല്ലാം കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൻ്റെ കൃത്യമായ ഒരു ചിത്രം കിട്ടൂ. ഈ ചോറ് വെന്തോന്നറിയാൻ ഒരു അരിമണി എടുത്ത് നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. എല്ലാം ഒരുപോലെ വേവുന്നതല്ല, പല വേവുള്ള അരികളാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ എല്ലാ വേവുള്ള അരികളും എല്ലാം ഓരോരോ അംശം എങ്കിലും പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ ഫലം കിട്ടുകയുള്ളൂ. എന്തായാലും ഇത്തവണത്തെ ഫലം ബീഹാറിൽ ശരിയാകുമോ തെറ്റുമോ, അതോ NDAയിൽ വീണ്ടും അധികാരത്തിൽ തുടരുമോ, അതോ മഹാഗഡ്ബന്ധൻ തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള കേരളത്തിലെ CPM-ഉം CPI ഒക്കെ അടക്കമുള്ള സംഘടന പാർട്ടികളൊക്കെ ചേർന്ന CPI-ML ഒക്കെ ചേർന്ന് അവർ വിജയിക്കുമോ എന്നൊക്കെ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം. പക്ഷേ അപ്പോഴും ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളുടെ വിജയ ശതമാന കണക്കിൽ സംശയങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും.